ദുഃഖമോ രോഗമോ സംഘർഷമോ അപകടമോ കഷ്ടപ്പാടോ ഒന്നിനും നിന്നെ അതിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഇവയിലെല്ലാം നീ ജേതാവിനേക്കാൾ വലിയവനാണ്. നീ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്റെ ഹൃദയം എനിക്ക് തന്നു. ഞാനാണ് നിന്റെ രക്ഷകനും സംരക്ഷകനും എന്ന് നീ സ്വന്തം അധരങ്ങളാൽ ഏറ്റുപറഞ്ഞു. നീ അചഞ്ചലമായ വിശ്വസ്തത കാണിച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ തള്ളിപ്പറയുകയും പരാതി പറയുകയും ചെയ്യുന്നവരെ പോലെയല്ല നീ. അവർ കേൾക്കുന്നവരോടെല്ലാം പിറുപിറുക്കുന്നു, നാവ് സൂക്ഷിക്കുന്നില്ല. സ്വന്തം ജീവിതത്തെയോ കുടുംബത്തെയോ ഭാവിയെയോ അനുഗ്രഹങ്ങളെയോ കുറിച്ച് അവർക്ക് കരുതലില്ല. അവരുടെ പ്രവർത്തികൾ എന്റെ രക്ഷയെ വില കുറച്ചു കാണിക്കുന്നു. എങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവർക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. നീ ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. എന്റെ വചനത്തെ പരിഹസിക്കുന്നവരാൽ നീ സ്വാധീനിക്കപ്പെടരുത്. മുന്നോട്ടു പോവുക. ഇന്നു നീ നിൽക്കുന്നിടത്തു തന്നെ തുടരരുത്. ഉരുക്കിന്റെ ഉറപ്പുള്ള ശക്തി നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഉറപ്പോടെ മുന്നോട്ടു നടക്കുക. നീ നേരിടേണ്ടിവരുന്ന ശത്രുക്കൾക്കും സംഘർഷങ്ങൾക്കും മുമ്പിൽ ധീരമായി നിൽക്കുക. നീ ശക്തനും ധീരനുമായി വളർന്നിരിക്കുന്നു. വിജയികളിൽ ഒരു വിജയി. ഓരോ പ്രഭാതത്തിലും എന്റെ വചനത്താൽ നിന്റെ വിശ്വാസം ജ്വലിപ്പിക്കുക. നിന്റെ വിശ്വാസവും അപേക്ഷകളും എന്റെ മുൻപിൽ കൊണ്ടുവരിക. ഓർക്കുക, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. നിനക്ക് എന്റെ പിന്തുണയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ശാന്തത നിലനിർത്തുക. എന്റെ സമാധാനം ആസ്വദിക്കുക. നീ ഒരു അമാനുഷിക ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. ഇങ്ങോട്ട് വരൂ, ഞാൻ നിന്നെ വിളിക്കുകയാണ്. എന്റെ സാന്നിധ്യമാണ് നിന്റെ സ്ഥാനം. വിശ്വാസത്തോടും ആദരവോടും കൂടെ നീ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ എന്റെ സൈന്യം ഇറങ്ങിവരും. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. നിന്നെ ചുറ്റിനിൽക്കുന്ന ഈ സ്നേഹവലയത്തിൽ നിന്റെ ആത്മാവ് സമാധാനം കണ്ടെത്തുന്നു. അത് സ്വീകരിക്കുന്നുവെന്ന് എന്നോട് പറയുക. നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ എന്നോട് നിലവിളിച്ചു, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നിന്റെ ജീവിതം മാറും, അതിൽ സംശയിക്കേണ്ട. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം നൽകുന്നു. നിന്നെ അറിയുന്നവർ പോലും അത് കണ്ട് ആശ്ചര്യപ്പെടും. തീർത്തും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് സഹായം വന്നെത്തും. നന്ദിയുള്ളവനായിരിക്കുക, കാരണം അനുഗ്രഹത്തിന്റെ പല വാതിലുകളും നിനക്കായി തുറക്കും. പുതിയ അവസരങ്ങൾ നിന്നെ തേടിവരും. ഈ വാക്കുകളിൽ വിശ്വസിക്കുക, അവ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുത്. എന്നോട് സംസാരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. കണ്ണുകളടച്ച്, കർത്താവേ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട് എന്ന് പറയുക. ഞാൻ അപ്പോൾ തന്നെ നിന്റെ അരികിലുണ്ടാകും. വിശ്വസിക്കുക, ഇതാണ് സത്യം. എന്റെ കൃപയെ പരിഹസിക്കുകയോ ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങളെ തള്ളിക്കളയുകയോ ചെയ്യാത്തിടത്തോളം എന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകില്ല. പ്രത്യേകിച്ച് വലിയ ആശയക്കുഴപ്പമുള്ള ഈ സമയങ്ങളിൽ നിന്റെ വിശ്വാസവും മനോഭാവവും എന്നെ സന്തോഷിപ്പിക്കുന്നു. തെറ്റായ ഉപദേശങ്ങൾക്ക് നിന്റെ ആത്മാവ് തുറന്നുകൊടുക്കരുത്. ഹൃദയത്തിൽ വെറുപ്പ് വളരാൻ അനുവദിക്കരുത്. നിന്നെ ഉപദ്രവിക്കാത്തവരെക്കുറിച്ച്, നിന്റെ ശത്രുക്കളല്ലാത്തവരെക്കുറിച്ച് ദൂഷണം പറഞ്ഞുകൊണ്ട് ദുഷ്ടന്മാരോട് കൂട്ടുചേരരുത്. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായ എല്ലാ അസംബന്ധങ്ങളാലും നീ സ്വാധീനിക്കപ്പെടരുത്. ആരെങ്കിലും പരദൂഷണവുമായി നിന്റെ അടുക്കൽ വന്നാൽ അതിന് വില കൽപ്പിക്കരുത്. ശത്രുവിന്റെ കെണിയിൽ അത്ര എളുപ്പത്തിൽ വീണുപോകരുത്. സത്യസന്ധരും വിശ്വസ്തരും കൂറുള്ളവരുമായ ഹൃദയങ്ങളെയാണ് എന്റെ കണ്ണുകൾ തിരയുന്നത്.